മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആകെ എനിക്കറിയാവുന്നൊരു വാക്ക് അതാണ് ജർമ്മൻ, അതുകൊണ്ടാണ് ഗുഡ് മോർണിംഗ്. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷവും അതിലേറെ അതിശയത്തോടും കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ ഈ ലാസ്റ്റ് 3-3.5 മാസത്തെ റിസൾട്ട്, B2ന്റെ റിസൾട്ട് ശരിക്കും ഞെട്ടിക്കുന്നത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ജാനുവരി മന്ത് മാത്രം 67ഓളം പേര് ഒരു മാസത്തില് 4 കോടിയോളം പാസ്സായവരുടെ എണ്ണം 67 പേരായിരുന്നു. അത് ലാസ്റ്റ് 3-3.5 മാസത്തെ കൗണ്ട് എടുക്കുകയാണെങ്കിൽ 172 പേർക്ക് പുറത്ത് B2 വിന്നേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങളെ ടെൻസിങ്, നമ്മളൊരു ആഡ് തന്നെയുണ്ട് എന്തുകൊണ്ട് ടെൻസിങ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾ ടെൻസിങ്ങിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ജോലി, അതായത് ഒരു ടീച്ചറായിട്ട് ഒരു ജോലി കിട്ടാൻ, അതായത് ജർമ്മൻ ലാംഗ്വേജ് ട്യൂട്ടറായിട്ട് കിട്ടാൻ ഒരു ഇന്റർവ്യൂ പോലും ഇല്ലാതെ നിങ്ങൾക്ക് ട്യൂട്ടറായിട്ട് ജോലി കിട്ടും. ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇപ്പൊ ഇന്ന് 170ഓളം പേരിൽ 130ഓളം പേര് ഇവിടെ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവർ വരാൻ പറ്റാത്തതിന്റെ കാര്യം മിക്ക ആൾക്കാരും പല പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ടീച്ചേഴ്സാണ്. മിക്ക ടീച്ചേഴ്സിനോട് ചോദിക്കുമ്പോൾ അവർക്ക് ഇന്റർവ്യൂ പോലും ഉണ്ടാവാറില്ല ടെൻസിങ്ങിൽ പഠിച്ചതാണെങ്കിൽ. പല ആൾക്കാരും പല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ HOD വരെ ആയിക്കൊണ്ട് ഇന്റർവ്യൂ പോലും ഇല്ലാതെ ടെൻസിങ്ങിൽ പഠിച്ചു എന്നുള്ള ഒരൊറ്റ കാര്യമുണ്ട്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ടെൻസിങ്ങിൽ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടിയുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് പറയുന്നില്ല, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു സ്റ്റാഫിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരുന്നു. 16 പേരടങ്ങുന്ന സ്റ്റാഫ്, അതിന്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണ് ഞാൻ കണ്ടത്. അതിൽ 12 പേര്, അവരുടെ സ്റ്റാഫിന്റെ 12 പേര് ടെൻസിങ്ങിന്റെ സ്റ്റുഡന്റ് ആണ്. ബാക്കി 4 പേര് മാത്രമാണ് അവർ പുറത്തുനിന്ന് എടുത്തേക്കുന്നത്. ഈ 4 പേര് ഒന്നീ ക്യാഷ്യർ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസർ ആയിരിക്കും. അതായത് നമ്മളെ അക്കാഡമിക്ക് എത്രത്തോളം ഉണ്ടെന്ന് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉറപ്പിക്കുകയാണ്. എന്നേക്കാളും നിങ്ങളെക്കാൾ കൂടുതൽ ബോധ്യം അവർക്കാണ് നമ്മളെ അക്കാഡമിക്ക് എത്ര സ്ട്രോങ് ആണെന്ന്. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫുൾ ടീച്ചേഴ്സ് ടെൻസിങ്ങിന്റെ സ്റ്റുഡന്റ് ആണ്. അതുപോലെ അവരുടെ പല ബ്രാഞ്ചുകളിലെയും സ്റ്റുഡന്റ്, പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെയും ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ടെൻസിങ്ങിന്റെ സ്റ്റുഡന്റ് തന്നെയാണ്. 1-2 പേര് ഇന്ന് എത്തിയിട്ടുണ്ട്, വരാൻ കഴിയുന്ന 1-2 പേരൂടെ എത്തിയിട്ടുണ്ട്. അത് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ടെൻസിങ്ങിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് ഒരു ഇന്റർവ്യൂ പോലും ഇല്ലാതെ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടീച്ചറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇതിൻ്റെ ഇടയിൽ തന്നെ B2 പാസ്സായവർക്ക് അതൊരു പോസിറ്റീവായിട്ട് തോന്നും. നമ്മുടെ പണിഷ്മെന്റും കാര്യങ്ങളും അത് കുറച്ചുകൂടി ശക്തമാക്കി നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ റിസൾട്ട് തന്നെയാണ് നമ്മളെ അതിനെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാക്സിമം പണിഷ്മെന്റ് അടിക്കുക, റിസൾട്ട് ആക്കുക. അതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പണിഷ്മെന്റ് ചെയ്യുന്നവര് എന്നെ തെറി പറയുന്നുണ്ടാവും, ടീച്ചറിനെ തെറി പറയുന്നുണ്ടാവും, എല്ലാം ശരിയാണ്. പക്ഷെ B2 പാസ്സായിരിക്കുന്ന അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരാരും ഇനി നമ്മുടെ തെറി പറയില്ല. കാരണം വെച്ചാൽ അവർ അത്രയും പണിഷ്മെന്റ് ചെയ്തത് കൊണ്ടാണ് അവർക്ക് ഈ റിസൾട്ടിലെത്തി ഇവിടെ ഇരിക്കാൻ, ഇങ്ങനെ ഈ ഒരു വേദിയിൽ ഇരിക്കാൻ അവർക്ക് കഴിയുന്നത്. എനിക്ക് തോന്നുന്നു പണിഷ്മെന്റ് തന്നെയാണ് ഒരു പരിധി വരെ നമ്മുടെ സ്റ്റുഡന്റിനെ കോൺഫിഡൻസ് കൂട്ടുന്നത്. എല്ലാവരും ഇവിടെ നിന്ന് പോകുന്ന എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. ഞാൻ ഒരുപാട് സംസാരിച്ചു പോകുന്നില്ല. ഓക്കെ, താങ്ക് യു.